അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എൻ്റെ സാധാരണയായിട്ട് ഒരാൾ മരിച്ചിട്ടായെങ്കിൽ അയാളെ മെയ്യത്ത് സന്ദർശിക്കുമെന്ന് അങ്ങ് പോകണ്ട. എന്നിട്ട് ആ മെയ്യത്തിനെ എല്ലാവരും പിടിച്ചിട്ട് ഖബർസ്ഥാനിലേക്ക് കൊണ്ടുപോകണ്ടാറ്. ഇങ്ങനെ കൊണ്ടുപോകേണ്ട സന്ദർഭത്തിൽ മെയ്യത്തിലൊട്ട പോകേണ്ടെന്നങ്ങ എങ്ങനെ പോകണം, മെയ്യത്തെ മുന്നിൽ പോണ പിറത്തിൽ പോണ, ഇങ്ങനത്തെല്ലാം ചില സംശയം നമുക്ക് ഇക്കിടും. ചില ആൾമാർ മെയ്യത്തിനെ മുന്നിൽ കൊണ്ടുപോകണം, കാരണം മെയ്യത്ത് ബഹുമാനിക്കപ്പെട്ട ഒരു ടൈമല്ലേ. അപ്പോൾ മെയ്യത്തിനെ മുന്നിൽ കൊണ്ടുപോയിട്ട് ഞങ്ങൾ പിറത്തിൽ പോകേണ്ട ചിലങ്ങൾ ഉള്ളാറ്. എന്നതായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് കാണിച്ചു തന്നത് നോക്കറു ബഹുമാനപ്പെട്ട സാലിം ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു തൊട്ട് റിപ്പോർട്ട് ചെയ്ത ഹദീസുണ്ട്. റഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഞാൻ കണ്ടത്. അബൂബക്കറിൻ വ ഉമറ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹു അങ്ങനെല്ലാവരും ഞാൻ കണ്ടത്. യംശൂന അമാമൽ ജനാസ, അങ്ങ് മെയ്യത്തിലെ മുമ്പാകത്തിൽ കൂടെ നടക്കുന്നതായിട്ട് ഞാൻ കണ്ടത്. ഇമാം അഹ്മദ് റിപ്പോർട്ട് ചെയ്ത ഹദീസായിട്ട് കിട്ടും. അപ്പോൾ മെയ്യത്തിനെ കൊണ്ടുപോകുമ്പോൾ മെയ്യത്തിലെ മുമ്പാകത്തിൽ കൂടെ നടക്കുന്നതായിട്ട് അതായിട്ട് ആ സമയത്ത് ഏറ്റവും യോജിച്ചത് അതായിരിക്കും സുന്നത്ത്. അൽ മഷൂ അമാമൽ ജനാസത്തി അഫ്ളലു ലിറാക്കിബി വൽ മാഷി, അതിലെ ഉലമാ വിശദീകരിച്ച് ചെല്ലാറും. പിന്നെ ജനാസത്തെ മുമ്പാകത്തിൽ കൂടെ നടക്കുന്നത് ഏറ്റവും ശ്രേഷ്ഠമായിട്ട് അത് വാഹനത്തിൽ പോകണ്ടെങ്കിലും അതുപോലെ നടന്നുകൊണ്ട് പോകണ്ടെങ്കിലും എങ്ങനെയായെങ്കിലും. വല്ലഫ്ളലു അൻ യകൂന ഖരീബൻ മിൻഹ ബിഹൈസു ലൗ ഇൽതഫത്ത റആഹ, മുന്നോട്ട് ചെന്ന് ചെമ്മ മുന്നോട്ട് പോകണ്ട, തെല്ല് മുന്നോളും തിരിഞ്ഞു നോക്കി മെയ്യത്തിനെ കാണണം. ആ നിലക്ക് തെല്ല് മുന്നോട്ടായിട്ട് ഉണ്ടാക്കാൻ നമുക്ക് നടക്കാം. അത് വാഹനത്തിൽ പോകണമെങ്കിലും ആവും, പിന്നെ നടന്നു പോകണമെങ്കിലും ആവും. ഏതായാലും മെയ്യത്തിന് മുന്നോട്ട് പോകേണ്ടത് എനിക്ക് നല്ലേ. അപ്പോൾ അതിൻ്റെ അങ്ങനെ മെയ്യത്തിന് മുന്നോട്ട് പോകണ്ടേ, അതൊക്കെ കാരണം ചെല്ല ഇല്ലത്തുൽ മഷി ഖുദ്ദാമൽ മെയ്യത്തി ലി കൗനിഹിം കഷ്ഫായിൽ മെയ്യത്തി, ഈ മെയ്യത്തിൻ്റെ മുമ്പാകത്തിൽ കൂടി നടക്കുക എന്നാണ് കൽപ്പിക്കപ്പെട്ടത്. അത് ഞങ്ങൾ മെയ്യത്തിന് പേനായിട്ട് ശിഫാർശ ചെയ്തതായിരിക്കും. പഠിച്ചോ നമുക്ക് ശിഫാർശ ചെയ്ത ആൾമാരല്ലേ. ഒരാളെ ഞങ്ങൾ ശിഫാർശ ചെയ്യുമ്പോൾ, ഒരാളെ ഞങ്ങൾ ഇൻഫ്ലുവൻസ് ആക്കുമ്പോൾ, അയാളുടെ കുട്ടിയോട് ഞങ്ങൾ പോകുമ്പോൾ അയാൾ പിറത്തിൽ ഞങ്ങൾ മുന്നോട്ട് പോകണ്ടല്ലേ. ഇതുപോലെ അള്ളാഹുവെ ഈ മെയ്യത്ത് നീ പുറത്തു കൊടുക്കല്ലേ, ആ ഒരു രീതിയിലായിരിക്കും ഞങ്ങൾ എന്താക്കണം, മെയ്യത്തിലെ മുന്നോട്ട് നടക്കണം. ആ നടന്നുകൊണ്ട് പോകുമ്പോൾ ഞങ്ങൾ മെല്ലായിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലണം. വലിയ ഘോഷനായിട്ട് ചൊല്ലാൻ ആവശ്യമില്ല. ചില മനുഷ്യന്മാരുണ്ട് അത് വേണ്ട, അത് തീരാ, പിന്നെ വേറെ നിങ്ങൾ പറക്ക വാങ്ങി പോവാം, ലാ ഇലാഹ ഇല്ലല്ലാഹ് നിങ്ങൾ ചൊല്ലണ്ടാണ്ട് ചില ആൾമാർ ചൊല്ലാൻ. അത് നിങ്ങൾക്ക് കൊന്നുണ്ടല്ലേ, അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലോ തീരാണ് ചൊല്ല ആറ പാട്ടി നിങ്ങൾ കൊന്നോടും. അനാവശ്യവേനെ ഫലക്ക വരിക, വേറെ എന്തെങ്കിലും പാട്ട് പാടിയിട്ട് വേണി പോവാം, പക്ഷെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലണ്ടാണ്ട്. പണ്ഡിതന്മാർ ചെല്ലാറ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ ഒരു ഹദീസിൽ ഞങ്ങൾക്ക് പരിപാടി തണ്ട്, ഇദാ ഹദത്തുമുൽ മരീള അവിൽ മയ്യിത്ത വഖൂലു ഖൈറ, നിങ്ങൾ മെയ്യത്തെ സന്ദർശിക്കുകയല്ല പോയെങ്കിൽ അവിടെ നിങ്ങൾ ഖൈറ് ചൊല്ലറുണ്ട്. അപ്പോൾ ഖൈറ് ഏറ്റവും ഖൈറായ ഫലക്കായിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാൽ ഹദീസിൽ കാണുന്നത് അഫ്ളലു മാ ഖുൽതു അനവൻ നബിയ്യുന മിൻ ഖബ്ൽ ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, നാനും എൻ്റെ മുന്നോട്ട് വന്ന എല്ലാ നബിമാരും ചെന്ന് പലക്കത്ത് ഏറ്റവും ഹൈറായ പലക്ക, ഏറ്റവും ശ്രേഷ്ഠമായ പലക്ക അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആയിട്ടിക്കത്. അപ്പോൾ അതുകൊണ്ടായിട്ടിക്കത് ഉലമാ നിങ്ങൾക്ക് പരിപാടി തന്നിട്ട് നിങ്ങൾ മെയ്യത്തെ കൊണ്ടുപോകുമ്പോൾ നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലറും. കാരണം അതായിട്ടിക്കത് ആ പക്കത്ത് ഏറ്റവും യോജിച്ചത് ഏറ്റവും ശ്രേഷ്ഠമായ പലക്ക. അനാവശ്യമായി ഇങ്ങനെ മുണ്ട് പോകുമ്പോൾ പലതും പറയും, ഗീബത്ത് പറയും, പിന്നെ മീമത്ത് പറയും, മെയ്യത്തിൽ ചിലപ്പോൾ ആക്ഷേപിക്കുന്ന പലക്ക പറയും. അപ്പോൾ അനാവശ്യത്തിന് ആസ്പദ കൊടുക്കാണ്ട് നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് അള്ളാഹുടെ ഏകത്വത്തെ പ്രഖ്യാപിച്ചുകൊണ്ടു അതുപോലെ ആഖിറത്ത് ഓർത്തുകൊണ്ടു നിങ്ങൾ പോറുണ്ടായിരിക്കും ഉലമാ പരിപാടി തന്നെ. അപ്പോൾ ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുമ്പോൾ ഒരു ഘോഷണ പോലെ ആക്കണ്ട. ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഭയങ്കര ജോറിൽ ചില മനുഷ്യന്മാർ ഘോഷനാക്കി ചൊല്ലണ്ട. അങ്ങനെ അത് ആവശ്യമില്ല.
നല്ല ലാ ഇലാഹ ഇല്ലല്ലാഹ് അള്ളാഹുടെ ഓർത്തുകൊണ്ട് പോകുന്നതായിട്ടേക്കിട്ട് ഏറ്റവും നല്ലത്. അപ്പോൾ അതേ സന്ദർഭത്തിൽ ഈ പോകേണ്ട സന്ദർഭത്തിലെല്ലാം ഞങ്ങൾ മെയ്യത്തിനെ സംബന്ധിച്ചിട്ട് ഗുണ കാണാക്കണമെങ്കിൽ തൊന്തരല്ല. ഞങ്ങൾക്ക് ഹദീസിൽ കാണും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലും ലാ തസുബ്ബുൽ അംവാത ഫഇന്നഹും ഖദ ഫുളു ഇലാ മാ ഖദ്ദമു. നിങ്ങൾ മെയ്യത്തെ ഒരിക്കലും പറയോ പോകണ്ട, ആക്ഷേപിക്കോ പോകണ്ട. കാണുന്ന മെയ്യത്ത് അതാക്കിയ കർമ്മത്തെ ഇപ്പോൾ തിന്നോ പോയിട്ടുണ്ടോ. ചിലപ്പോൾ നല്ലതുണ്ടായെങ്കിൽ അതിന് പ്രതിഫലം കിട്ടും. അത് ജീവിതത്തിൽ നല്ലത് ചെയ്യുന്നുണ്ടായെങ്കിൽ പ്രതിഫലം കിട്ടും. ആ മനുഷ്യൻ ബെടക്ക് ചെയ്യുന്നുണ്ടായെങ്കിൽ അതിനും കർമ്മ തിന്നോ പോകണ്ടു. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യട്ടെ ആ മെയ്യത്തിൽ ആക്ഷേപിക്കടേ ചെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നാളെ താക്കീതാക്കിയിട്ട്. ചില മനുഷ്യന്മാരോട് ആദത്തുണ്ട് എന്നേ അങ്ങനെ ചിലരുണ്ട്. അവൻ മറിച്ചിട്ട് ആ ദുനിയാവ് എത്തിര അങ്ങനെ ചെല്ലോ തീര ആയെങ്കിലും ചൊല്ലേണ്ട് ഇങ്ങനത്തെ ഒരു ഫലക്ക. അത് ചെല്ലോ തീര ചെല്ലെ പാട് ആയെങ്കിലും ചൊല്ലേ അതൊരു അർത്ഥമുണ്ട് അവർക്ക്. അപ്പോൾ മരിച്ചങ്ങനെ ഞങ്ങൾ എന്താക്കണം, ആക്ഷേപിക്കടെ വേണ്ട. കാരണം അത് ആക്ഷേപിച്ചാൽ ഗീബത്താവും. ഇന്ന് ഗീബത്തായെങ്കിൽ ഹയാത്തുള്ള വ്യക്തിയിൽ തന്നെ ഞങ്ങൾക്ക് പുറത്തെ പിടിക്കാവുള്ളൂ. ഇതിപ്പോൾ മരിച്ചിട്ടായിട്ടല്ലേ. അപ്പോൾ ഏതായാലും ഉറപ്പും നല്ല ആഖിറത്തിൽ ഞങ്ങളെ ഞങ്ങൾ ചെയ്ത അമൽ ഞങ്ങൾക്ക് കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് മരിച്ചങ്ങനെ ആക്ഷേപിക്കണ്ട. ഉദ്കുറു മഹാസിന മൗത്താക്കും. നിങ്ങളെ മരണപ്പെട്ടവരെ നിങ്ങൾ നല്ലതിൽ നിങ്ങൾ ചൊല്ലറോ. ആ നല്ലതിൽ ഞങ്ങൾക്ക് ചൊല്ലേക്ക് സ്വന്തമില്ല. അത് കൂലി കിട്ട കാര്യമായിട്ട് കിട്ടും. അതേ സന്ദർഭത്തിൽ മെയ്യത്തിലെ ദൂരമൊക്കെ ആക്ഷേപിക്കുക അല്ലെങ്കിൽ മെയ്യത്തിൽ നിങ്ങൾ ഫോൾട്ട് ചൊല്ലുക തീരാണ്ടായിട്ട് കിട്ടും. ദീൻ ഞങ്ങൾക്ക് പടിപാട്ടി തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൻ്റെ വിഷയം ഹക്ക് പോലെ മനസ്സിലാക്കും. അല്ലാഹു നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. എല്ലാ കാര്യത്തിലും അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ആമീൻ.